എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 6-ാമത് വാക്യം. ആ വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു, പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു എന്നുള്ള വചനമാണ്. ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ കടന്നു പോകേണ്ടി വന്നതും തൻ്റെ ജീവിതത്തിൽ നേരിട്ടതും ആയിട്ടുള്ള നിരവധി പ്രതികൂലങ്ങളുടെ നടുവിൽ തൻ്റെ മനസ്സ് വല്ലാണ്ട് വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും ആ തലത്തിൽ താൻ പൊടിയിലും ചാരത്തിലും കിടന്നുകൊണ്ട് ആഴമായി അനുതപിച്ച് കരയുകയും ചെയ്തതായ സന്ദർഭത്തെക്കുറിച്ച് ഭക്തൻ ഓർമ്മപ്പെടുത്തുകയാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ, മൊർദെഖായി എന്ന് പറയുന്നതായ മനുഷ്യൻ യഹൂദ ജനത്തിന് വരുവാൻ പോകുന്നതായ വലിയ പ്രതികൂലത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിലേക്ക് ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിപ്പാനിടയായി തീർന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് താൻ അഹശ്വേരോശ് രാജാവിൻ്റെ പടിവാതിലോളം കടന്നു ചെന്ന് ആ പടിവാതിലിനടുത്ത് താൻ ദുഃഖത്തോടെ കരഞ്ഞും വിലപിച്ചും ഉപവസിച്ചും കൊണ്ട് മഹാദുഃഖത്തോടെ കിടക്കുന്നതായ ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്താണ് മൊർദെഖായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് മഹാദുഃഖത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി ഈ രാജകൊട്ടാരത്തിൻ്റെ പടിവാതിലിൻ്റെ സമീപത്ത് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ നേരിട്ടിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ കഴിക്കുന്ന ആഴമായൊരു പ്രാർത്ഥനയാണ്. മൊർദെഖായിയെ സംബന്ധിച്ചിടത്തോളം അഹശ്വേരോശ് രാജാവുമായി ബന്ധവും സ്നേഹവും ഉണ്ടെങ്കിലും ഹാമാനെ സംബന്ധിച്ചിടത്തോളം താൻ ബലശാലിയായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ജയിക്കുവാൻ മൊർദെഖായിക്ക് കഴിയാതെ വരികയും ആ തലത്തിൽ താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആഴമായി നിലവിളിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്നും തൽഫലമായി അത്യുന്നതനായ ദൈവം ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടാകുമ്പോൾ ബലഹീനന് തുണ നിൽക്കുന്നു എന്ന് ഓർപ്പിക്കുന്നതുപോലെ ബലഹീനനായ മൊർദെഖായിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീർന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഭക്തനായ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് താൻ തന്നെ തന്നെ വെറുത്തിട്ട് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുമ്പോൾ യഹോവയായ ദൈവം ഇയ്യോബിനോട് പറയുന്നത്, നീ സത്യത്തിനു വേണ്ടി നിൽക്കുകൊണ്ട്, നീ എന്നോട് പാപം ചെയ്യായിക കൊണ്ട്, നീ എൻ്റെ സന്നിധിയിൽ സാക്ഷ്യമുള്ളവനാകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയാകുമെന്നും നിന്നെ വല്ലാണ്ട് ഭാരപ്പെടുത്തുകയും പൊടിയിലും ചാരത്തിലും കിടക്കത്തക്ക തലത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്ത ഇരുളിൻ്റെ ശക്തിയിൽ നിന്ന് പൂർണ്ണമായി നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്ന ആഴമായ പ്രസ്താവനയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ
നാം നമ്മെ തന്നെ വെറുക്കുകയും പൊടിയിലും ചാരത്തിലും കിടക്കുകയും ചെയ്യേണ്ട ഘട്ടങ്ങൾ കടന്നു വന്നാൽ പോലും നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്ന തക്ക സമയത്ത് നമ്മെ കരം പിടിച്ചുയർത്തുന്ന ഒരു സർവശക്തിയുള്ള ദൈവമുണ്ടെന്ന് നാം ആഴമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മൊർദെഖായിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവം ഒരു ഭക്തനായ ഇയ്യോബിന് വേണ്ടി വെളിപ്പെട്ട് തന്നെ പൊടിയിലും ചാരത്തിലും നിന്നെഴുന്നേൽപ്പിച്ച് മാനവും മാന്യവും ശ്രേഷ്ഠവുമായ നിലകളിൽ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നമുക്ക് മുന്നേറാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ ഞങ്ങളെ തന്നെ വെറുത്തു പോകുന്നവരായിട്ടല്ല, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഞങ്ങളെ ശക്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.